PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 10th പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെലക്ട് ചെയ്തെടുത്തേക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. സെലക്ട് ചെയ്തേക്കുന്ന 120 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇത് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ ചോദ്യം നമ്മൾ സെലക്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ വീഡിയോ ഫുള്ള് കാണാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. 10th പ്രിലിംസിന് വേണ്ടി നിങ്ങൾക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ്. അതുപോലെ കേറ്റഡ് കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും LP സ്കൂൾ അസിസ്റ്റൻറ്റ് NCA കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അവൈലബിൾ ആണ്. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്കോ മോഡൽ എക്സാമോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ പഠിക്കാം. മറക്കണ്ട, ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. താഴെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും ശരി തന്നെയാണ്. അടുത്തത് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? 2 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. BCD ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ ജില്ലാ കോൺഗ്രസ് പ്രഥമ സമ്മേളനം എന്നിവയാണ് ശരിയായിട്ടുള്ളത്. BCD എന്നിവയാണ് ഇതിൽ ശരി. അതായത് ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇതിലേതാണ് ശരിയായ ജോഡിയായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. 2, 3, 4 സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു, സ്വതന്ത്ര പാർട്ടി C രാജഗോപാലാചാരി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഇത്രയുമാണ് ശരിയായിട്ട് വരുന്നത്. ആര്യസമാജം ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് കേട്ടോ ആര്യസമാജം. അപ്പോൾ റൈറ്റ് ആൻസർ ആയിട്ട് വരിക 3 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 3 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആയിട്ടാണ് വരിക. അടുത്തത് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ളത്? 4 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 1783 പാരീസ് ഉടമ്പടിയാണ്. 1783 പാരീസ് ഉടമ്പടിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്ന ഏത് വൻകരയിലുള്ള രാജ്യത്തു നിന്നാണ്? G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്ന ഏത് വൻകരയിൽ നിന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 5 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഏഷ്യയാണ്. ഏതാണ്? ഏഷ്യയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. 6 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. 10 ആണ്. ഏതാണ്? 10 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഗ്രന്ഥശാല കർത്താവായ PN പണിക്കരുടെ ജന്മസ്ഥലം. ഏതാണ് PN പണിക്കരുടെ ജന്മസ്ഥലം? ഓപ്ഷൻ ഡി ആലപ്പുഴയാണ് കേട്ടോ. ഏതാണ്? ആലപ്പുഴയാണ്. കേരളത്തിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം. കേരളത്തിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഹോക്കിയാണ് കേട്ടോ. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉദ്യോഗസ്ഥ സംവരണമാണ്. ഏതാണ്? ഉദ്യോഗസ്ഥ സംവരണമാണ്. ഈസ്റ്റിങ്ങിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. പ്രസ്താവനകൾ വായിച്ച് ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 10 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരി. ഏതൊക്കെയാണ്? 1ഉം അതുപോലെ തന്നെ 3ഉം പ്രസ്താവനയാണ് ശരി. അടുത്തത് മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ് തിരിച്ചറിയുക. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദമാണ് ചിനൂക്ക്. ഏതാണ്? ചിനൂക്ക്. ആഗോള മർദ്ദ മേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദ മേഖല കണ്ടെത്തുക. ആഗോള മർദ്ദ മേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദ മേഖല കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ? 12 ഓപ്ഷൻ സി മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? 13 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി 6:30 AM. 6:30 AM ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടതി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണെന്ന് കണ്ടെത്തുക. ഏതാണിതിൽ കൽപ്പന എന്ന് പറയുന്ന റിട്ട്? 14 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി മാണ്ടമസ് ആണ്. ഏതാണ്? മാണ്ടമസ്.
ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 15 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ് എന്നുള്ളതാണ് കേട്ടോ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർഷിക വിളകൾ നാണ്യവിള അല്ലാത്ത, താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 16 ഓപ്ഷൻ സി, ചോളമാണ്. ഏതാണ്? ഓപ്ഷൻ സി, ചോളമാണ് റൈറ്റ് ആൻസർ. ഒരു സമ്പദ് വ്യവസ്ഥയിൽ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഏതാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടാത്തത്? എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം എന്താണ്? എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം എന്താണ്? അടുത്തത്, ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെക്കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത് ഏതാണ്? 18 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, ചിരിയാണ് കേട്ടോ. ഏതാണ്? ചിരിയാണ്. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണം എന്നതാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്. എത്രയാണ്? ഓപ്ഷൻ എ 2100 ആണ് കേട്ടോ. 2100 ആണ്. പിന്നെ അടുത്ത ചോദ്യം, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ ഡി, 3 പ്രസ്താവനയും ശരിയാണ്. സൗജന്യ നിയമസഹായ ഉപദേശവും നൽകുക, നിയമബോധം പ്രചരിപ്പിക്കുക, അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരം നൽകുക. അപ്പോൾ 3 ഓപ്ഷനും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഏതാണ് ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? 21 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 3 മാത്രമാണ്. പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക് 3 ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഏതാണിതിൽ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന? 20 ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 23 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. 1ഉം 2ഉമാണ്. ഭരണഘടന നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു. 1ഉം 2ഉമാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആയിട്ട് വരിക. ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണിതിൽ ശരിയായ പ്രസ്താവനയായിട്ട് വരുന്നത്? 24 ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എല്ലാ പ്രസ്താവനയും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. ഭരണഘടന നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ഭരണഘടന നിർമ്മാണ സഭയുടെ ചർച്ചകൾ സുതാര്യമായിരുന്നു. 3 പ്രസ്താവനയും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. അടുത്തത്, കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങൾ ചുവടെ ചേർക്കുന്നവയിൽ ശരിയായത്. കാനഡ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നതിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 25 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1ഉം 2ഉമാണ്. ഏതാണ്? 1ഉം 2ഉമാണ്. ചുവടെ ചേർക്കുന്നവയിൽ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ചുവടെ ചേർക്കുന്നവയിൽ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 26 ഓപ്ഷൻ എ ആണ് കേട്ടോ. 1ഉം 2ഉമാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം. ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 27 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. 2ഉം 3ഉമാണ്. 2ഉം 3ഉമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല, ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു എന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 28 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഏതാണ്? 1ഉം 3ഉം പ്രസ്താവന. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം, സിനിമാ താരങ്ങൾ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. 1ഉം 3ഉം പ്രസ്താവനയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക.
ഐക്യരാഷ്ട്ര സംഘടനയും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. 3 പ്രസ്താവനയും ശരി തന്നെയാണ്. സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്സോ ആണ് ഐക്യരാഷ്ട്ര സംഘടന രാഷ്ട്ര സൈന്യത്തിന് പിൻഗാമിയാണ്. ഐക്യരാഷ്ട്ര സംഘടന പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി. 3 പ്രസ്താവനയും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാ എന്ന് വെച്ചേക്കണേ. G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? 30 റൈറ്റ് ആൻസർ ഏതാണ്? 30 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. 1ഉം 2ഉം G20 18ാമത്തെ ഉച്ചകോടിയാണിത്. അതുപോലെ തന്നെ ന്യൂഡൽഹിയാണ് ഈ ഉച്ചകോടി നടന്നത്. അപ്പോൾ 1ഉം 2ഉം പ്രസ്താവനകൾ, അതായത് ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സിറോഫ്താൽമി എന്ന രോഗത്തിന് കാരണമാകുന്ന ഏത് വൈറ്റമിൻ തുടർച്ചയായ അഭാവം മൂലമാണ്? ഏതാണ്? 31 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി വൈറ്റമിൻ എ ആണ് കേട്ടോ. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലസ് പെൺകൊതുക് വഴി പകരുന്ന രോഗമേത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 32 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി മലമ്പനിയാണ്. ഏതാണ്? ഓപ്ഷൻ ബി മലമ്പനിയാണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങൾ കാണപ്പെടുന്ന അന്തർസ്രാവി ഗ്രന്ഥി ഏതാണത്? 33 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി പാൻക്രിയാസ് ആണ്. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പാദനം വർദ്ധിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? 34 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ MS സ്വാമിനാഥനാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് 35 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഋതു കരുതാലാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. പർവ്വത ആരോഹകർക്ക് പർവ്വത ആരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്ന് രക്തം പുറത്തു വരാറുണ്ട്. എന്തുകൊണ്ടാണത്? 36 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കുഴലിയുടെ മർദ്ദം കൂടുതലും ആയതിനാൽ. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 37ാമത്തെ ചോദ്യം PNC ക്യാൻസലാക്കി കളഞ്ഞിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. 38 താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്ന് ജലത്തിൻ്റെ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 38 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ക്ലോറോഫോം ആണ്. 39ാമത്തെ ചോദ്യം PSC ക്യാൻസലാക്കിയതാണ്. 40ാമത്തെ ചോദ്യം PSC ക്യാൻസലാക്കി കളഞ്ഞിട്ടുള്ളതാണ്. സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആര്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആര് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിന് റൈറ്റ് ആൻസർ ആരാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അടുത്ത് ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിൻ്റെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ഷെയ്പ്പാണ് റൈറ്റ് ആൻസർ. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പി വത്സലയ്ക്കാണ്. ആർക്കാണ്? പി വത്സലയ്ക്ക്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ആരുടെയാണ് 1.25 കോടി മലയാളികൾ എന്ന് പറയുന്നത്? EMS നമ്പൂതിരിപ്പാടിൻ്റെയാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏതാണ് സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. നിഴലുറങ്ങുന്ന വഴികൾ എന്ന് പറഞ്ഞതാണ്. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ഓഗസ്റ്റ് 23 വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. തിരുവിതാംകൂറിൻ്റെ രാജവാഴ്ചയുടെ അഴിമതികളുടെയും അനീതികളുടെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമിയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഇത് വൈകുണ്ഠസ്വാമിയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്? ഓപ്ഷൻ എ 3 മാത്രമാണ് അല്ലേ. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു, അതാണ് ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്. ബാക്കി ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണമെന്ന് വിളിച്ചു, സമപന്തി ഭോജനം സംഘടിപ്പിച്ചു, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു, ഒക്കെ ചെയ്താരാണ്? വൈകുണ്ഠസ്വാമികളാണ്. പക്ഷെ മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് വൈകുണ്ഠസ്വാമികൾ അല്ല. അടുത്തത്, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ്? ഗോദാവരിയാണ് ഉപദ്വീപ് നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. അടുത്ത ചോദ്യം,
പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാ? പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. 12 ബി. 2ഉം 3ഉമാണ് കേട്ടോ. ഡെൽറ്റ രൂപീകരണം അടക്കുന്നു, താരതമ്യേന വീതി കൂടുതൽ. ഈ 2ഉം 3ഉമാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. ഇന്ത്യൻ റെയിൽവേ ഗതാഗതം ആരംഭിച്ച വർഷം എന്നാണ് ഇന്ത്യൻ റെയിൽവേ ഗതാഗതം ആരംഭിക്കുന്നത്? 13 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 1853 ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എന്ന് പറയുന്നത് ജാറിയാണ്. ജാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. 1959 ജർമ്മനി സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ജർമ്മനിയുടെ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല എന്ന് പറയുന്നത് 15 ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റുക്കേലയാണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റുക്കേലയാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം. കരിമ്പ് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏതാണ്? ഉത്തർപ്രദേശാണ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഏത് ദേശീയ ജലപാതയിലാണ് ഉൾപ്പെടുന്നത്? 17 ഓപ്ഷൻ സി ദേശീയ ജലപാത 3 ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാനാണ്. യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ? മഹാത്മാഗാന്ധിയുടെയാണ് യങ് ഇന്ത്യ. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തതേത്? ഏതാണ്? ഓപ്ഷൻ സി ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടന ഏത് അനുച്ഛേദമാണ് വിദ്യാഭ്യാസം ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ സി 21A ഇന്ത്യൻ ഭരണഘടന മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 4A ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ് ജനഗണമന രചിച്ചത്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോറാണ് ജനഗണമന രചിച്ചത്. ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? 24 ഓപ്ഷൻ എ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനമാണ് റൈറ്റ് ആൻസർ. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതമാണ് ചോദിച്ചിട്ടുള്ളത്. 25 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി 3:2 ഏതാണ്? 3:2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? 26 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 1993 ഒക്ടോബർ 12 ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ് ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നത്? നോക്കിക്കേ, 27 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി 2005 ഒക്ടോബർ 12 ഇന്ത്യൻ ഭരണഘടനയെ ജീവിക്കുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം? ഓപ്ഷൻ ഡി അനുച്ഛേദം 21 ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം ഏത് ലിപിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ദേവനാഗിരിയാണ് റൈറ്റ് ആൻസർ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് ഏതാണ്? കടുവയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വം നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിൽ കുറിച്ച് കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമനമ്പിയാണ്. ദേശീയ കാഴ്ചപ്പാടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അടുത്തത് 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണ് രാജ്യം? ഓപ്ഷൻ ബി ബ്രസീലാണ്. ഏതാണ്? ബ്രസീലാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതാണ്? ആ സർവകലാശാല 35 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ വിശ്വഭാരതിയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത് വർഷമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്? 1919 ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെ ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ദാദാഭായ് നവറോജിയുടെ സംഭാവനയാണ്
ചോർച്ച സിദ്ധാന്തം. സാറേ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആരാണത്? 38 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അല്ലമ മുഹമ്മദ് ഇഖ്ബാലാണ്. അടുത്തത്, സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായി ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ തദ്ദേശീയ പദ്ധതി ഏത് എന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ്? 39 റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ ബി ബംഗ്ര-നംഗലാണ് കേട്ടോ. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിൻ്റെ പേരെന്ത്? ഏതാണ്? റൗലറ്റ് നിയമം എന്നതാണ്. കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി വനിതാ കായിക താരം ആരാണ്? 42 റൈറ്റ് ആൻസർ PT ഉഷയാണ് കേട്ടോ. 42 PT ഉഷയാണ് റൈറ്റ് ആൻസറായിട്ട് വരിക. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം, ഏത് വർഷമാണ് കൊച്ചി മെട്രോ നിലവിൽ വന്നത്? ഓപ്ഷൻ എ 2017 കേരളത്തിൽ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കേരളത്തിൽ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണേത്? പാമ്പാർ എന്ന് പറയുന്നത്. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ഏതാണ്? ഓപ്ഷൻ സി ഭാരതപ്പുഴയാണ് കേട്ടോ. പൊന്നാനി വഴിയാണ്, ഭാരതപ്പുഴയാണ്. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആരാണ്? 46 ഓപ്ഷൻ ബി നഞ്ചിയമ്മയാണ്. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് ത്വരിതപ്പെടുത്തിയ പള്ളിവാസ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകൾ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായി വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറ്റിൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം എവിടെയാണ്? ശ്രീനാരായണ ഗുരു 1888 ശിവപ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്താണ്. കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം, ഏത് വർഷമാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്? 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? 55 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. അരയ സമാജമാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽവേ പാത ഏതാണ്? 56 റൈറ്റ് ആൻസർ ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ്. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കേളപ്പനാണ്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് എന്ന് പറയുന്നത് നെടുങ്ങാടി ബാങ്കാണ്. 2024 ഒളിമ്പിക്സ് വേദിയാകുന്ന നഗരം 2024 ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം എന്ന് പറയുന്നത് പാരീസാണ്. 2024 ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം. അടുത്തത്, പ്രശസ്ത നാടകമായ അടുക്കളയിൽ നരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നരങ്ങത്തേക്ക് എന്നതിൻ്റെ കർത്താവായിട്ട് വരുന്നത്. 61 ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. 62 താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 62 റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 4 മാത്രം പ്രസ്താവന എന്നുള്ളതാണ്. ഓപ്ഷൻ ബി 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ട് വരുന്നത്. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരുന്ന ഏത് രീതിയിലൂടെയാണ്? 63 ഓപ്ഷൻ ബി സമ്പർക്കം മുഖേനയാണ്. അടുത്തത്, കേരളത്തിലെ അവിവാഹിതരായ മാതാപിതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷണത്തിനു വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? ആ പദ്ധതി 64 ഓപ്ഷൻ എ സ്നേഹസ്പർശമാണ് കേട്ടോ. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരീരത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? 65 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. മോണോസൈറ്റും ന്യൂട്രിഫിലുമാണ്. അടുത്ത ചോദ്യം, പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? പയർ ചെടിയുടെ സങ്കര ഇനം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. 66 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഭാഗ്യലക്ഷ്മി എന്നതാണ് കേട്ടോ. വനവിഭവമല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്ന ഈ വനവിഭവമല്ലാത്തത് ഏതാണ്? മണ്ണെണ്ണയാണ് വനവിഭവമല്ലാത്തതിൽ വരുന്നത്. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം
അമ്ലമഴയ്ക്ക് കാരണമായ വാതകം എന്ന് പറയുന്നത് സൾഫർ ഡയോക്സൈഡ് ആണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഈ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം, ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എല്ലാവർക്കും അറിയാമായിരിക്കില്ല, 7 ആണ് ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? സൗരയൂഥ മാതൃക എന്ന് പറയുന്നത് റൂദർഫോർഡിൻ്റെയാണ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിലാണ് ഉത്കൃഷ്ടവാതകങ്ങൾ പെടുന്നത്? 18ാം ഗ്രൂപ്പിലാണ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓക്സിജൻ്റെ ഉപയോഗത്തിൽ പെടാത്തത് ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, ഭക്ഷ്യവസ്തുക്കൾക്ക് ചുമപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 75 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി കാർമിയോസിൻ ആണ് കേട്ടോ. അടുത്തത്, ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഏത്? ഭ്രമണ ചലനം എന്ന് പറയുന്നത് കേട്ടോ. 76 ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് രാകേഷ് ശർമ്മയാണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ഡി അപവർത്തനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രക്ഷേപണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചിരിക്കുന്നത്. 79 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ബാഷ്പീകരണമാണ്. ഏതാണ്? ബാഷ്പീകരണമാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചേക്കുന്നത്. 80 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉമാണ്. തിരമാലയും കാറ്റുമാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം.